16ാം നിയമസഭയിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ആ വാർത്തയിലേക്കാണ് ആദ്യം. അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചതിനിടെ LDF നിയമസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതിനോടകം എത്ര പേർ വോട്ട് രേഖപ്പെടുത്തിയെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പ് ഏതാണ്ട് പകുതിയോളം MLA-മാർ, അതുകൊണ്ട് തന്നെ ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ വോട്ടെടുപ്പ് പൂർണ്ണമായും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമാണ് വോട്ടെണ്ണൽ. എന്തായാലും UDF-ലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള അറിയിപ്പ് ഇന്നലെ തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നിയമസഭാ സെക്രട്ടറിക്ക് നൽകി. ഇതാണ് ഔദ്യോഗിക നടപടിക്രമം. സ്പീക്കർ തെരഞ്ഞെടുപ്പിനോടൊപ്പം പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ പേര് കൂടി സഭയിൽ മെൻഷൻ ചെയ്യുന്നതാണ് ഇതുവരെയുള്ള സഭയുടെ പതിവ്. അതനുസരിച്ചാണ് ഇന്നലെ വൈകുന്നേരം CPIM-ന്റെ നിയമസഭാ കക്ഷി നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തു എന്ന വിവരം MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സ്പീക്കറെ അനുമോദിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിലായിരിക്കും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം സ്പീക്കർ സഭയിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത്. എന്തായാലും ഈ സ്പീക്കർ പ്രതിപക്ഷ നേതാവാകാനുള്ള നടപടിക്രമങ്ങൾ കൂടി പിണറായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയിലേക്കും ഔദ്യോഗിക വാഹനം തുടങ്ങിയ സൗകര്യങ്ങളിലേക്കൊക്കെ മാറാൻ കഴിയും. സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് തുടരുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുമെന്നുള്ളത് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.